പക്ഷെ മഹേഷ് പണിക്കർ രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നടക്കും, അന്വേഷണവും നടക്കണമല്ലോ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അറസ്റ്റിലാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നേരത്തെ പറഞ്ഞതിനപ്പുറത്തൊരു വരി പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന പ്രതിസന്ധി. എന്ന് മാത്രമല്ല, ഈ ഗോവർദ്ധൻ നേരത്തെ ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞ് സമർപ്പിച്ച പോലീസിന് കൊടുത്തിട്ടുള്ള സ്വർണം യഥാർത്ഥത്തിലുള്ള അല്ല എന്നും ഇപ്പോൾ വിവരങ്ങൾ വരുന്നുണ്ട്. വേറെ ഒരു ഡി മണിയുടെ പേര് കേൾക്കുന്നു, അത് കൺഫേം ചെയ്തിട്ടില്ല. ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനി 5-6 മാസം നടന്നാലും അന്വേഷണ സംഘത്തിന് ഇതിലേക്ക് എത്താൻ പറ്റില്ല എന്ന് നമ്മൾ പേടിക്കണോ? ഇല്ല, അതിനകത്ത് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 കോടി രൂപയായി ഗോവർദ്ധൻ കൊടുത്തെന്ന് പറയുന്നത്. അന്നത്തെ 1 കിലോയോളം സ്വർണ്ണത്തിന്റെ വില 27 ലക്ഷം രൂപയുള്ളൂ. അന്നത്തെ സ്വർണ്ണ 2019 സ്വർണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 27 ലക്ഷം രൂപയുള്ള 1 കിലോയ്ക്ക്. ഇപ്പോൾ 1 കിലോ കച്ചവടം ഉണ്ടെങ്കിൽ ഇയാൾ പിന്നെ അധികം പൈസ എന്തിനാണ് കൊടുത്തത്? അപ്പം ഇത് സ്വർണ്ണമായിട്ട് വേർതിരിച്ചു കഴിഞ്ഞാൽ ഇത് വെറും സ്വർണ്ണമാണ്. അതിനൊരു വില ശബരിമലയിലെ സ്വർണ്ണമെന്നോ അല്ലെ മറ്റേ സ്വർണ്ണമെന്നോ പറയാൻ പറ്റില്ല. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇത് ആ പാളിയോടെ തന്നെ വേണം. അല്ലാണ്ട് ഇതിൽ നിന്ന് പാളിയിൽ നിന്ന് ഇത് വേർപടിച്ച് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനാ ജസ്റ്റ് എത്ര ഗ്രാമാണോ അന്നത്തെ വില, ആ വിലയേ ഉള്ളൂ. സ്വർണത്തിന്റെ വില വരണമെങ്കിൽ ഇത് ആ പാളിയോടെ തന്നെ വേണം. അപ്പം ഡെഫിനറ്റ് ആണ് ഇയാൾ ഇത് പാളിയായിട്ട് തന്നെയാണ് വിറ്റിരിക്കുന്നത്. അതിനകത്ത് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. 1.5 കോടി കൊടുത്തെന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പം അതിനകത്ത് മറ്റ് സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇത് കണ്ടെത്തുക എന്നുള്ളത് അതിപ്പോൾ എന്തായാലും കസ്റ്റഡിയിലാണല്ലോ. അതെന്തായാലും ഇതിനകത്ത് ലീഡ് വെച്ചിട്ടൊക്കെ ബാക്കിയുള്ളവരുടെ മൊഴിയും കാര്യങ്ങളും ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ആ ഒരു വഴിയിലുള്ള അങ്ങനത്തെ വിഗ്രഹക്കടത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്കി ഇടപാടുകൾ എന്തിനാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ ട്രേസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തുമാത്രം കച്ചവടം എങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഗോവർദ്ധന്റെ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയുടെ. അപ്പോൾ SIT ഇതൊന്നും അറിയാത്തവരല്ല, അവരതിന്റെയൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ വാജിവാഹനം കൊടിമരം മാറ്റിയ സമയത്ത് തന്ത്രി എടുത്തു, അത് അദ്ദേഹത്തിന്റെ അവകാശം എന്നുള്ള നിലയിലാണ്, അത് തിരിച്ചു തന്നേക്കാന്നാണ് പിന്നീട് പറഞ്ഞത്. അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. വാജിവാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ, അതായത് ഞാൻ പറയുന്നത് അത് കച്ചവട സാധ്യത ഉള്ളതാണോ? തീർച്ചയായിട്ടും ആ വാജിവാഹനം എടുക്കേണ്ട കാര്യമില്ലെന്ന്. 2012 രാജഗോപാൽ സാർ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് തന്ത്രി കുടുംബവും ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ഒരു കരാറുണ്ടാക്കി. കാര്യം അന്നത്തെ സമയത്ത് അവർക്ക് ഒരു ദിവസത്തെ വേതനം 400 രൂപയായിരുന്നു ഒരാൾക്ക്. അങ്ങനത്തെ 10-20 അവരുടെ ടീമുണ്ട്. അപ്പം അതും ഇത്ര കണ്ട 7-8 മുണ്ട് കണ്ട വസ്ത്രം അതും കൂടെ ചേർത്തിട്ടാണ് അവരുടെ ആ ഒരു വേതനം. അപ്പം അത് 400 രൂപ പോരാന്ന് പറഞ്ഞിട്ട് അന്ന് രാജഗോപാൽ സാർ ഇരിക്കുന്ന സമയത്ത് ഇവർ കുറേ നീണ്ട ലിസ്റ്റ് വെച്ച് ഞങ്ങളുടെ ശമ്പളം കൂട്ടണം, ഞങ്ങളുടെ മറ്റേ അവകാശങ്ങൾ അലവൻസുകളെല്ലാം കൂട്ടണമെന്നൊക്കെ പറഞ്ഞപ്പം അന്നൊരു കരാറുണ്ടാക്കി. ശമ്പളം 1500 ആക്കി. പ്ലസ് ഈ മുണ്ടെന്ന് പറഞ്ഞാൽ 1-2 ഉള്ളത് കുറെ നമ്പേഴ്സ് കൂട്ടി. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ആവശ്യപ്പെട്ടാണ് പഴയ വിഗ്രഹങ്ങൾ മാറ്റുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം. പഴയ എന്താ പറഞ്ഞ മോതിരമുണ്ട്, മറ്റേ ഈ പവിത്രക്കെട്ട് മോതിരം നമ്മൾ ദർഭപ്പുല്ലിൽ ഉണ്ടാക്കുന്നത്, അത് സ്വർണ്ണത്തിലായിട്ട് സാധാരണ ചടങ്ങുകൾക്കൊക്കെ. അപ്പം ആ സ്വർണ്ണത്തിലുള്ള മോതിരം ഞങ്ങൾക്ക് വേണം, അല്ലെ പായസം ഉണ്ടാക്കുന്ന ഉരുളി ഞങ്ങൾക്ക് വേണം. അപ്പം അങ്ങനത്തെ കുറെ അവകാശങ്ങൾ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ഇതെല്ലാം നിരാകരിച്ച് ഇതൊന്നും നടക്കത്തില്ല, ഈ പറഞ്ഞ ശമ്പളവും ഈ പറഞ്ഞ സാധനവും കിട്ടും, അങ്ങനെ പറഞ്ഞ് പരസ്പരം സമ്മതിച്ച ഒരു കരാർ ഉണ്ടാക്കി. ആ കരാർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുണ്ട്, രേഖയിലുണ്ട്. ഈ ഒരു ചർച്ചയിലും ഞാൻ രാജഗോപാൽ സാർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം അത്ര ഉറപ്പായിട്ടുള്ള ഒരു സംഭവം ഉള്ളപ്പം ഈ 2017 പ്രയാർ ഗോപാലകൃഷ്ണനെ പോലുള്ളൊരു മഹത് വ്യക്തിയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആൾ ഇതെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തെന്ന് തന്ത്രി അതും കുറുപ്പെന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ആളൂടെ കൊടുത്തെന്നാണ് തന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റിലുള്ളത്. അപ്പം ഇതെടുത്ത് കൊടുക്കുവാണെങ്കിൽ തന്ത്രിക്ക് അറിയത്തില്ല ഞങ്ങളൊരു കരാർ വെച്ചിട്ടുണ്ട്, ഇതൊന്നും എന്റെ അവകാശമല്ല. അപ്പം അതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. ഇത് ആക്ച്വലി തന്ത്രി മേടിച്ചിട്ടില്ല, ഇത് ആ കച്ചവടക്കാരെ ഏൽപ്പിച്ചതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് വിൽക്കാൻ പറ്റിയത് ചിലപ്പോൾ 2020-ലോ 2021-ലോ അല്ലെ രണ്ടാമത്തെ കച്ചവടമോ ഇത് തന്നെ ഇവർ വിൽക്കുമല്ലോ. ഇപ്പം 50 കോടിക്ക് കൊടുത്തു, വേറൊരാൾ 500 കോടി പറഞ്ഞാൽ അത് മേടിച്ചിട്ട് പിന്നെ 500 കോടിക്ക് അവിടെ കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇവരുടെ കച്ചവടത്തിന്റെ രീതിയിലൊക്കെയാണ് ഈ സാധനം പോയിരിക്കുന്നത്. അപ്പം അത് ആ ഒരു വാജിവാഹനവുമായിട്ട് ബന്ധപ്പെട്ടും അഷ്ടദിക്പാലകരുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഗ്രഹ കള്ളക്കടത്ത്. അതുപോലെ പഴയ കൊടിമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പ്രകാളം ഭാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത ആ കൊടിമരത്തിനകത്ത് ഏകദേശം 10 കിലോ സ്വർണ്ണമുണ്ട്. ആ 10 കിലോ സ്വർണ്ണം ഉൾപ്പെടെയുള്ള മൊത്തം ആ ചെമ്പ് പാളികളും അതും പോയിട്ടുണ്ട്. അപ്പം ഇത് മൊത്തം അവർ കച്ചവടം ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ത്രൂ തന്നെയാണ്. അപ്പം അത് ആ തന്ത്രി കുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർക്ക് അവകാശമില്ലാത്തൊരു കാര്യം അത് പഴയ 16-ാം നൂറ്റാണ്ടിലെ തന്ത്ര സമുച്ചയത്തിലോ കുഴിക്കാട്ട് പച്ചലോ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ ഒരു ക്ഷേത്രക്കാരും മാത്രമല്ല മറ്റു ദുരുപയോഗം ചെയ്യും. ഇനിയിപ്പോ ബാക്കി ഇപ്പൊ അഷ്ടദിക്പാലകരുടെയും വാജിവാഹനത്തിന്റെയും ഒക്കെ കാര്യം കൂടി അന്വേഷണത്തിന്റെ റഡാറിൽ വരികയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് തന്ത്രിയായിരിക്കില്ലേ? അപ്പോ
അത് ആദ്യമേ നമ്മൾ ഇത്രയും അവരുടെ മൊഴി അപ്പൊ SIT അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതാണ് എന്റെ വിശ്വാസം. കാര്യം ഇതിനകത്തല്ല മാത്രമല്ല ഈ പോയിരിക്കുന്ന കംപ്ലീറ്റ് ഉരുപ്പടികൾക്കത്തും കംപ്ലീറ്റ് കാര്യങ്ങളകത്ത് ഇവരുടെ അരിക്കം വേണം. ഇതൊരു നമുക്ക് ചുമ്മാ ഒരു ഇഷ്ടത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർക്കോ അല്ലെ മന്ത്രിക്കോ അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഒരു ആൾക്കാർക്കോ പണിക്കാർക്കോ ഒന്നും പോകത്തില്ല. യഥാർത്ഥത്തിൽ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ ഒരു മരാമത്ത് വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവർ കൂടെയാണ്, ടെൻഡറാണ്, വളരെ സുതാര്യമാണ്, അങ്ങനെയാണ് വർക്ക് നടക്കേണ്ടത്. പക്ഷെ അവിടെ പാരലായിട്ട് ഒരു നിർമ്മാണ വ്യവസ്ഥ, അതായത് ഈ സ്പോൺസർമാരെ കൊണ്ടുവന്നിട്ട് ഈ തന്ത്രിയും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ച് അന്നേരത്തെ അത്യാവശ്യമുള്ള ഉദ്യോഗസ്ഥരെ ചിലപ്പം കലാകാലങ്ങളിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മറ്റവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. ഈ പറഞ്ഞ ഇളക്കുന്നതിനകത്തൊന്നും ഈ മരാമത്ത് ഇടപെട്ടിട്ടില്ല. ഒരു കേടായിട്ടുള്ള ഒരു വസ്തു ഉണ്ട്, അത് ആദ്യം മരാമത്തുകാരെ അറിയിക്കണം. മരാമത്തിന്റെ എഞ്ചിനീയർ വന്നിട്ട് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എത്രയാണ് എന്നുള്ളത് അവർ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഒരു ടെൻഡർ ചെയ്തിട്ട് അംഗീകൃതരായ കരാറുകാർ ഓൺലൈനായിട്ട് അതിനെ ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് കൊടുക്കും, അവരുടെ വർക്ക് എക്സിക്യൂഷൻ ചെയ്യും. അങ്ങനെയാണ് ആ വർക്ക് അവിടെ ദേവസ്വം ബോർഡിൽ നടക്കേണ്ടത്. എല്ലാ വർക്കുകളും നടക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവരുടെ ഒരു ഗ്രൂപ്പ് സമാന്തരമായ ഒരു ഭരണ സംവിധാനം, ഇത് നമ്മൾ ഈ സ്വർണ്ണക്കൊള്ള തന്നെ അല്ല, അവിടെ വേറെ ഒരു വഴിപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോൾ മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വഴിപാടുകൾ ഈ നെയ്ത്താങ്ങ കൊണ്ട് മറ്റേ ട്രാക്ടറിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേരുടെ ഒരുമിച്ച് അഭിഷേകം ചെയ്യുന്ന, ഇപ്പോഴും നമ്മുടെ വിജിലൻസ് ഈ വർഷവും നമ്മുടെ വിജിലൻസ് ഒരു ദിവസം 5 ലക്ഷം രൂപയുടെ ഇതാണ് മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. ഒരു ദിവസം 5 ലക്ഷം, 60 ദിവസം കൊണ്ട് എത്ര കോടി രൂപയുടെയായി, അല്ലെങ്കിൽ 100 ദിവസം നമ്മുടെ ഈ ഒരു സീസണിലുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ സംഭവമായി. ഇപ്പൊ പിടിച്ച 5 ലക്ഷം രൂപ മേൽശാന്തിയുടെ ഒരു ദിവസത്തെ കൂപ്പണാണ്. അപ്പം അങ്ങനത്തെ ഈ വഴിപാടുകൾ, അതുപോലെ അവിടുത്തെ കീഴ്ശാന്തിയുടെ റൂമിലുള്ള സാധനം, ഈ വലിയ വലിയ ആൾക്കാർ വരുന്നിട്ട് ഈ പറഞ്ഞ മാല കൊടുക്കൽ അങ്ങനത്തെയൊക്കെ അവരുടെ വഴിപാടുകൾ സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ അംഗീകൃത ഇതിലോട്ട് അറിയുന്നേ ഇല്ല. ഇത് തന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു, അവരുടെ മുമ്പിൽ വെച്ച് ഇത് മേടിക്കുന്നു, ദേവനെ ചാർത്തുന്നു, തിരിച്ചു കാണിക്കുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അവിടെ. ആ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ സംഭവം മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ള. ഇതിനകത്ത് മേജർ സംഭവങ്ങൾ ഇങ്ങനത്തെ എല്ലാ ഭക്തരുടെയും നിന്നും മാറ്റുന്ന സംഭവമുണ്ട്. അത് മാറണം. മെയിനായിട്ട് ശബരിമലയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം അവിടെയുള്ള ഈ ബ്രാഹ്മണ ശൗചാലയമാണ്. ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഈ ശൗചാലയം ഉൾപ്പെടെ ഇവരുടെ ബ്രാഹ്മണ ശൗചാലയം അവിടെ ഉള്ളത്. അത് അവിടെ നിന്ന് മാറ്റാനായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഒരു ഇത് പറഞ്ഞു, 1-2 വർഷത്തിനുള്ളിൽ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് അടിയന്തരമായിട്ട് അടച്ചു മാറ്റിയിട്ട് ഇവർക്ക് വെളിയിലാക്കി കൊടുക്കണം. ഇവരുടെ ഈ റൂമിലാണ് ഈ പറഞ്ഞ ഇപ്പോഴും നമ്മുടെ പിടിച്ച 5 ലക്ഷം രൂപ ഇവരുടെ റൂമിലാണ് ഈ പറഞ്ഞ എല്ലാത്തരം തിരക്കഥകളും എഴുതപ്പെടുന്നത്. ആ തിരക്കഥകളാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ പൊളിക്കേണ്ടത്. അത് പൊളിച്ച് ഇതൊരു സുതാര്യമായ ഓൾറെഡി ഉണ്ട് സുതാര്യമായ ഒരു ഭരണ സംവിധാനം നമ്മുടെ എല്ലാ ഗവൺമെന്റ് കാര്യങ്ങളും പോലെ ഉണ്ട്. അതുപോലെ അവിടെ ആകണം. അയ്യപ്പനെ മുക്തനാക്കണം. ഈ അയിത്തത്തിൽ നിന്നും ഈ പറഞ്ഞ അശുദ്ധിയിൽ നിന്നും ഈ പറഞ്ഞ കള്ളക്കടത്തിൽ നിന്നും അയ്യപ്പനെ മുക്തനാക്കിയേ പറ്റൂ.